കാണുന്നതാണ് ശ്രീ ശിവപാർവതി ദ്വാദശ ജ്യോതിർലിംഗ സന്നിധി. നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ പ്രധാന പോയിന്റ് എത്തിക്കഴിഞ്ഞു. ദുർഘടകരമായ പാതകളാണ് ഇനി അങ്ങോട്ട്. ഗോപുരം കണ്വതീർത്ഥവും വലിയ ഗോപുരം കണ്വമഹിസാല രാജാവായ വിഷ്ണുവർദ്ധനന്റെ പത്നിയായിരുന്നു ശാന്തലാദേവി. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഇവിടുത്തെ ഉത്സവമാണ് ഗിരിജാ കല്യാണം. ഇതാണ് പാതാളഗംഗ. ഹായ്, വെൽക്കം ടു ഓൾ. ശിവഗംഗ ട്രെക്കിങ്ങിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നീണ്ട കയറ്റത്തിനും ഇറക്കത്തിനുമിടയിൽ ചെറിയ ഇടവേളകളെടുത്ത് വിശ്രമിക്കുകയാണ് ഈ ചെറുപ്പക്കാർ. എത്ര തവണ ട്രെക്കിംഗ് നടത്തിയാലും ഈ കൽവഴികളിലൂടെയുള്ള കാൽനട യാത്രകൾ എപ്പോഴും ഒരു പുതിയ അനുഭവമായി തോന്നാറുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പോകുന്ന വഴികളിലെല്ലാം നിറയെ കുരങ്ങന്മാരുണ്ട്. അതുകൊണ്ടു തന്നെ നമ്മുടെ സാധനങ്ങളും മറ്റും സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ്. ഈ കാണുന്നതാണ് ശ്രീ ശിവപാർവതി ദ്വാദശ ജ്യോതിർലിംഗ സന്നിധി. നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ പ്രധാന പോയിന്റ് എത്തിക്കഴിഞ്ഞു. ഇനി ട്രെക്കിങ്ങിൻ്റെ ഭാവം മാറിക്കഴിഞ്ഞു. ദുർഘടകരമായ പാതകളാണ് ഇനി അങ്ങോട്ട്. ഈ കാണുന്ന കമ്പിവേലികൾ ചെറുതായി ഇളകുന്നുണ്ടായിരുന്നു. കുത്തനെയുള്ള കയറ്റങ്ങൾ സൂക്ഷ്മതയോടെ വേണം നമ്മൾ കയറുവാൻ. ആ കാണുന്ന ചെറിയ ഗോപുരം കണ്വതീർത്ഥവും വലിയ ഗോപുരം കണ്വമഹർഷി തപസ്സു ചെയ്ത സ്ഥലവുമാണ്. ഇതിനു ചുറ്റുമായും നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇതിനു മുകളിലായാണ് ട്രെക്കിങ്ങിൻ്റെ അവസാന പോയിന്റ്. അവിടെയാണ് ശാന്തല പോയിന്റും ഗിരിഗംഗാധര ക്ഷേത്രവും പ്രശസ്തമായ സിദ്ധബസവണ്ണൻ്റെ പ്രതിമയും ഉള്ളത്. ഈ പർവ്വതത്തിൻ്റെ തന്നെ ഏറ്റവും കുത്തനെയുള്ള ഭാഗത്താണ് സിദ്ധബസവണ്ണ എന്ന പ്രശസ്തമായ നന്ദി വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ ട്രെക്കിങ്ങിൻ്റെ ഏറ്റവും ആകർഷണീയമായ ഭാഗവും ഏറ്റവും ദുർഘടകരമായ ഭാഗവും. ഹൊയ്സാല രാജാവായ വിഷ്ണുവർദ്ധനന്റെ പത്നിയായിരുന്നു ശാന്തലാദേവി. തനിക്കൊരു ആൺകുഞ്ഞു ജനിക്കാത്തതിൻ്റെ വിഷമത്താൽ കുന്നിൻ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു രാജ്ഞി. ആ കാണുന്നതാണ് സിദ്ധബസവണ്ണ. 2 മണിക്കൂറത്തെ ദീർഘപ്രയത്നത്തിനൊടുവിലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത്. വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളിലൊന്നാണിത്.
മുകളിലായി ഈ പടികൾ കയറി പോകുമ്പോൾ ഇടതുഭാഗത്തായി വീരഭദ്രേശ്വര ക്ഷേത്രമുണ്ട്. അവിടെ കപിലതീർത്ഥവും സ്ഥിതി ചെയ്യുന്നു. മുന്നിലായി കാണുന്നത് ഗിരിഗംഗാധരീശ്വര ക്ഷേത്രമാണ്. ഇതിനു പുറകിലായാണ് ശാന്തല പോയിന്റ് ഉള്ളത്. ഈ കാണുന്ന രണ്ട് സ്തൂപങ്ങളിൽ മുന്നിലായി കാണുന്നത് തീർത്ഥക്കമ്പയും പുറകിലായി കാണുന്നത് ഉരിക്കമ്പയുമാണ്. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഇവിടുത്തെ ഉത്സവമാണ് ഗിരിജാ കല്യാണം. ശിവന്റെയും പാർവതിയുടെയും കല്യാണ ദിവസമായാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്ന് തീർത്ഥക്കമ്പത്തിനു താഴെയായി ജലം പുറത്തേക്ക് വരുമെന്നും ആ ജലം പുണ്യജലമായാണ് ഇവിടുത്തവർ വിശ്വസിക്കുന്നത്. അവിടെ പണ്ട് രാജഭരണകാലത്ത് മണികൾ സ്ഥാപിച്ചിരുന്നതായും പിന്നീട് അവ നശിച്ചു പോയതിനു ശേഷം വീണ്ടും സ്ഥാപിച്ച മണികളാണ് ഈ കാണുന്നത്. ഇതിനു മുകളിലായാണ് തീർത്ഥക്കമ്പയും ഉരിക്കമ്പയും സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ ട്രക്കിംഗ് പൂർത്തീകരിച്ച് പടിയിറങ്ങുകയാണ്. ഒരുപാട് പ്രകൃതി മനോഹരമായ കാഴ്ചകളും കൗതുക കാഴ്ചകളും നിറഞ്ഞ ഈ മണ്ണിലേക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ വരണം. ഇനി അതിവിശേഷമായ പാതാളഗംഗ നിങ്ങളെ കാണിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ ചെടികളും പക്ഷിമൃഗാദികളെയുമൊക്കെ കണ്ട് ഞങ്ങൾ നടന്നിറങ്ങുകയാണ്. മുകളിലെ അമ്പലങ്ങളിലേക്കുള്ള സാധനങ്ങൾ ഈ കഴുതകളാണ് ചുമന്നു കൊണ്ടുപോകുന്നത്. അമ്പലങ്ങളെല്ലാം നട തുറന്നിരിക്കുന്നു. പ്രധാന ക്ഷേത്രമായ ശ്രീ ഹൊണ്ണമ്മാദേവി സമേത ശ്രീ ഗംഗാധരീശ്വര ക്ഷേത്രത്തിൻ്റെ ഉൾവശമാണ് നിങ്ങൾ ഈ കാണുന്നത്. പ്രധാന പ്രതിഷ്ഠയോ മറ്റു ഭാഗങ്ങളോ കാണിക്കാനുള്ള ക്യാമറ അനുമതി ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഇത് ശ്രീ ഹൊണ്ണമ്മാദേവി ക്ഷേത്രത്തിൻ്റെ ഉൾവശമാണ്. ഇവിടെയാണ് രക്തബീജാസുരൻ എന്ന അസുരനെ ഹൊണ്ണമ്മാദേവി കൊന്നതായി വിശ്വസിക്കപ്പെടുന്നത്. ദാഹം തീർക്കാനായി ശിവനിൽ നിന്ന് വെള്ളം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹൊണ്ണമ്മാദേവി ഗംഗാദേവിയിലേക്ക് നയിച്ചു. ഇതേ തുടർന്ന് ഗംഗാദേവിയുമായുണ്ടായ തർക്കത്തിൽ കോപത്താൽ ഹൊണ്ണമ്മാദേവി അടിത്തട്ട് പൊട്ടിച്ച് ഗംഗാജലം ഭൂമിക്കടിയിൽ നിന്ന് ഒഴുക്കി. ഇത് പാതാള ഗംഗയ്ക്ക് ജന്മം നൽകി. വീരഭദ്രസ്വാമി ക്ഷേത്രം. ആരോഗ്യമുള്ള കുഞ്ഞിനെ വരമായി ലഭിക്കാൻ ഇവിടെ ഭക്തർ വരുന്നു. ഗംഗാദേവി പുറത്തേക്ക് ഒഴുകിയാൽ ഗ്രാമം മുഴുവനും നശിക്കുമോ എന്നു ഭയന്ന് ഹൊണ്ണമ്മാദേവി തൻ്റെ മകനായ വീരഭദ്രനെ കാവലിരുത്തിയിരിക്കുകയാണിവിടെ. ഇതാണ് പാതാള ഗംഗ. ഞങ്ങൾക്കു വേണ്ടി ഒരമ്മ ഇവിടുത്തെ ഐതിഹ്യങ്ങൾ പറഞ്ഞു തരുകയായിരുന്നു. അങ്ങനെ ആ അമ്മയിൽ നിന്ന് ഐതിഹ്യങ്ങളും കേട്ട് ഒരു പിടി പ്രസാദ സദ്യയും കഴിച്ച് ശിവഗംഗയിൽ നിന്നും മടങ്ങി. 4 മണിക്കൂറെങ്കിലും വേണ്ടിവരും ട്രെക്കിംഗ് പൂർത്തിയാക്കാൻ. എങ്കിലും ഒരു പിടി നല്ല ഓർമ്മകളായിരിക്കും നിങ്ങൾക്കും ശിവഗംഗയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ഒരു ദിവസം ഇങ്ങോട്ട് വരിക.
എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവയൊക്കെ തിരുത്തിക്കൊണ്ട് നല്ല എപ്പിസോഡുകൾ ഇനിയും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നു പ്രതീക്ഷിക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.